തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ആഘോഷങ്ങളിൽ ഒട്ടും പുറകിലല്ല, വളരെ മുൻപോട്ട് തന്നെയാണ് തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരം കനകക്കുന്നിൽ നിന്നും ദിൽന കൂടി ചേരുന്നുണ്ട്. ദിൽന, കനകക്കുന്നിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തലസ്ഥാനം എപ്പോഴും ആഘോഷങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. ഇത് ഈ പുതുവത്സരവും അതുപോലെ തന്നെയാണ്. തലസ്ഥാന നഗരി ഒട്ടും പുറകോട്ടല്ല ഇത്തവണ പുതുവത്സരത്തെ വരവേറ്റത്. നമുക്കറിയാവുന്നതുപോലെ ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കലോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയോ മാത്രമല്ല ഇത്തവണത്തെ പുതുവർഷത്തെ വരവേറ്റത്. സംസ്ഥാനം ഒട്ടാകെ എല്ലാ ജില്ലകളിലും വിവിധ തരത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ഇത്തവണ അങ്ങനെ തന്നെയാണ്. ശംഖുമുഖം ബീച്ചിലും കോവളത്തും അതുപോലെ തന്നെ മാനവീയം വീഥിയിലും കനകക്കുന്നിലും എല്ലാം അത്തരത്തിലുള്ള പരിപാടികളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. കനകക്കുന്നിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇത്ര തന്നെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 12 മണിയാകാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയം എത്തുമ്പോഴേക്കും ഒരുപാട് പേരാണ് വന്നത്. നമുക്ക് പലരുടെയും പ്രതികരണങ്ങൾ കൂടെ തേടാമെന്ന് കരുതുന്നുണ്ട്. ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ആഘോഷിക്കാൻ വന്നതാണ്? പിന്നെ തീർച്ചയായിട്ടും ആഘോഷിക്കാൻ വന്നതാണ്. എന്തൊക്കെയുണ്ട്? നമ്മൾ നല്ല ഹാപ്പിയാണ്. 2026 മോളെ ഹാപ്പി ന്യൂ ഇയർ. എന്തുണ്ട് പുതുവർഷമായിട്ട്? അത്തരത്തിൽ ഒരുപാട് പേര് ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വലിയ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മോനെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്ത് പുതിയ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ 2026? കൊള്ളാം. പുതിയതായിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ പലർക്കും അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട്. 2025 നടക്കാതെ പോയ സ്വപ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ ഒരുപാട് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും. 2026 എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് അത് പലർക്കും നടക്കും, നടക്കാതിരിക്കും. ചിലത് ഈ പറയുന്നത് പോലെ ന്യൂ ഇയർ റെസൊല്യൂഷനായി മാത്രം ഒതുങ്ങുന്നുണ്ട്. ഈ കാണുന്നത് വലിയ തരത്തിലുള്ള ജനാവലിയാണ്. മറ്റ് സ്ഥലങ്ങൾ, ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ ശംഖുമുഖത്തോ കോവളത്തോ നടക്കുന്നത് പോലുള്ള മറ്റു പരിപാടികൾ, DJ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളോ ഇവിടെ നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ദിൽനയ്ക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ഇല്ലേ? ലൈറ്റുകളും പുഷ്പോത്സവം ഇത്തവണ ഞാനൊന്നും ഒരു റെസൊല്യൂഷനും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്നത് പോലെ എല്ലാ വർഷവും ഞാൻ റെസൊല്യൂഷൻ എടുക്കാറുണ്ട്, അതൊന്നും തന്നെ നടക്കാറില്ല. എങ്കിലും ഇത്തവണ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കനകക്കുന്നിലെ വിശേഷങ്ങൾ പങ്കുവച്ചത് ദിൽനയാണ്.